ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ ബി.ജെ.പിയെ ബഹുദൂരം പിന്നിലാക്കി കോൺഗ്രസിന്റെ സൈബർ കുതിപ്പ്. കാഴ്ചക്കാരുടെ എണ്ണത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ മോദിയുടെ പ്രസംഗങ്ങളെയും പിന്നിലാക്കി കുതിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സമൂഹ മാധ്യമങ്ങളെ തങ്ങൾക്ക് ഗുണമാകുന്ന രീതിയിൽ കൃത്യമായി ഉപയോഗിക്കുന്ന കാര്യത്തിൽ ബി.ജെ.പിയുടെ മിടുക്ക് 2014-ലും 2019-ലും രാജ്യം കണ്ടതാണ്. കോൺഗ്രസ് പഴഞ്ചൻ രീതികൾ തുടർന്നപ്പോൾ സൈബർ പ്രചാരണത്തിൽ ബി.ജെ.പി വെന്നിക്കൊടി പാറിച്ചു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് ബി.ജെ.പിക്കൊപ്പം വളരുന്ന കാഴ്ചയാണ് കണ്ടത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മാർച്ച് 16 മുതൽ മെയ് 30 വരെയുള്ള കണക്കുകൾ ഇതിന് സാക്ഷ്യം പറയും. ഈ കാലയളവിൽ യൂട്യൂബിൽ കോൺഗ്രസ് വീഡിയോകൾ നേടിയത് 61,30,00,000 കാഴ്ചക്കാരെ. ബി.ജെ.പിക്ക് നേടാനായത് 15 കോടി കാഴ്ചക്കാരെ മാത്രം. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾക്ക് മോദിയുടെ പ്രസംഗങ്ങളെക്കാൾ കാഴ്ചക്കാരെ ലഭിച്ചു എന്നതും ശ്രദ്ധേയം. എക്സിൽ ബി.ജെ.പിയെ 3.9 ലക്ഷം പേർ പുതിയതായി പിന്തുടർന്നപ്പോൾ 3.1 ലക്ഷം പേർ കോൺഗ്രസ് പേജിലേക്കെത്തി. എന്നാൽ പുതിയ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ആം ആദ്മി പാർട്ടിയാണ് ഒന്നാമത്, കോൺഗ്രസ് രണ്ടാമതും ബി.ജെ.പി മൂന്നാമതുമായി. രാഹുൽ ഗാന്ധിയെ 26 ലക്ഷം പേർ ഇൻസ്റ്റഗ്രാമിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയതായി പിന്തുടർന്നപ്പോൾ മോദിയെ തേടിയെത്തിയത് 20 ലക്ഷം പേർ. എന്നാൽ ഇൻസ്റ്റഗ്രാമിൽ മോദിയെ പിന്തുടരുന്നവരുടെ ആകെ എണ്ണം 8.9 കോടിയാണ്. രാഹുലിനെ ആകെ പിന്തുടരുന്നത് 86 ലക്ഷം പേരും. സമൂഹ മാധ്യമങ്ങളെ കൂടുതലായി കോൺഗ്രസ് ഉപയോഗിച്ച് തുടങ്ങിയെന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ സോഷ്യലിടത്ത് കോൺഗ്രസിന്റെ വളർച്ചയെ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.